സന്തോഷം തരുന്നൊരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. കുവൈത്തിൽ കുടുങ്ങിയ പ്രതിശ്രുത വധു ശ്വേതയ്ക്ക് ആശ്വാസം. ശ്വേത നാളെ രാവിലെ കേരളത്തിലേക്ക് മടങ്ങും. ശ്വേതയ്ക്ക് നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ കുവൈത്ത് എയർലൈൻസ് അനുമതി നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ടറാണ് ശ്വേതയുടെ ദുരവസ്ഥ ആദ്യം പുറത്തെത്തിച്ചത്. ശനിയാഴ്ച തൃശൂരിലാണ് ശ്വേതയുടെ വിവാഹം. Very much honored. Thank you very much. You did a huge risk for us and for her future also. And look, as I told you, Yes. we are doing always our best for our staff, but this kind of circumstance, this can affect us. Yes. Alhamdulillah, we succeed to solve your problem. Huh? We sincerely appreciate your great effort. Thank you very much on behalf of our Indian community. Totally. Even the CEO was involved on this subject and he gave his instruction to solve Yes. you. And that I will convey this message to our ambassador also. Yes. Our Excellency. No issue. Okay. Thanks a lot. Okay? Thank you. Thank you. very much. Have a nice flight and All right. congratulations in advance. All right. റോഷിപാലാണ് ചെയ്തത്. റോഷിപാൽ, ശ്വേതയുടെയും കുടുംബത്തിന്റെയും ടെൻഷൻ അത് നമ്മുടെ ഓരോരുത്തരുടെയും ടെൻഷനായി മാറി. ഏതായാലും കൃത്യമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി. ഒടുവിൽ ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന വിവരം വരികയാണ്. ശ്വേതയ്ക്ക് ഉടൻ നാട്ടിലേക്ക് മടങ്ങാനാകും. നാളെ തന്നെ മടങ്ങാനാകും. വിവാഹത്തിന് എത്താനുമാകും അല്ലേ റോഷിപാൽ? വിനീത, ഈ മാസം 18-ന് തൃശ്ശൂരിൽ വെച്ചാണ് ശ്വേതയും വടകര സ്വദേശിയായ അശ്വിനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത്. അതിനിടയിലാണ് കുവൈറ്റ് എയർലൈൻസിലെ ജീവനക്കാരിയായ ശ്വേത രാജിവെച്ചപ്പോൾ വിസ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായത്. വിസ റദ്ദാക്കാൻ വേണ്ടി അപേക്ഷ നൽകിയ ഒരു മാസം മുമ്പാണ്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കുവൈറ്റ് എയർലൈൻസ് കടന്നില്ല. ഒടുവിൽ വിവാഹം എത്തിയതോടെ വിവാഹം മാറ്റിവെക്കാനുള്ള നിർദ്ദേശമാണ് കുവൈറ്റ് എയർലൈൻസിന്റെ ഭാഗത്തുണ്ടായത്. ആ ഘട്ടത്തിലാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വിവരം എത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ വാർത്ത നൽകി. പിന്നാലെ തന്നെ നിരവധി പേരാണ് ശ്വേതയുടെ ഈ ദുരവസ്ഥയിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. KC വേണുഗോപാലുണ്ട്, ബ്രിട്ടാസ് ഉണ്ട്, ഒപ്പം തന്നെ PP സുനീർ MP ഉണ്ട്. അങ്ങനെ നിരവധി പേർ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അങ്ങനെ നിരവധി പേർ ഇടപെട്ടു. ഒടുവിൽ ഷറഫുദ്ദീൻ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ നിർണായക ഇടപെടലുണ്ടായി. അവിടെ കുവൈറ്റ് എയർലൈൻസ് ആസ്ഥാനത്തെത്തി അവിടെ ഗ്യാരണ്ടിയായി അദ്ദേഹം ചില കാര്യങ്ങൾ നൽകിയതിനു ശേഷമാണ് ഒടുവിൽ അവർ വിസ റദ്ദാക്കാതെ എക്സിറ്റ് പെർമിറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകി. ഒടുവിൽ എക്സിറ്റ് പെർമിറ്റ് അല്പസമയം മുമ്പ് ലഭിച്ചു. പിന്നീട് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും വിമാനങ്ങളെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, പരിമിതമാണ്. അതുകൊണ്ട് നേരെ സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് നാളെ രാവിലെ 9 മണിക്ക് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ശ്വേത കേരളത്തിലേക്ക് എത്തിച്ചേരും. അവിടെ വിമാനത്തിലേക്ക് കയറാൻ അവിടെ ടിക്കറ്റിന് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ മറ്റൊരു മലയാളിയായ ഒരു പ്രവാസി അവരുടെ ടിക്കറ്റ് റദ്ദാക്കി ശ്വേതയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയാവുന്ന ഇടപെടലാണ് പ്രവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കൂട്ടം പ്രവാസികൾ കഴിഞ്ഞ 2-3 ദിവസമായി ഉറക്കൊഴിഞ്ഞ് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഈ ശ്വേതയുടെ വിവാഹം നടത്തുവാൻ ആവശ്യമായ സഹായങ്ങൾ ഉണ്ടാകുന്നത്. ആ നാട്ടിലേക്ക് ശ്വേതയ്ക്ക് തിരിച്ചെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്നത് പ്രവാസി മലയാളികൾ നടത്തിയ ശ്രമത്തിനൊടുവിലാണ്. ഒടുവിൽ വിമാനത്തിന് കയറി വരാനുള്ള അവസരം പോലും മറ്റൊരു യാത്രക്കാരൻ അവിടെ ടിക്കറ്റ് റദ്ദാക്കി പകരം ശ്വേതയുടെ ടിക്കറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഒടുവിൽ ശ്വേതയ്ക്ക് നാളെ ഉച്ചയോടെ വൈകിട്ടോടെ തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കുടുംബത്തിന് ആശ്വാസമാണ്, ശ്വേതയ്ക്ക് ആശ്വാസമാണ്. കാരണം വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് കുവൈറ്റ് എയർലൈൻസ് വിവാഹം മാറ്റിവെച്ചോളൂ, ഇപ്പോൾ ശ്വേതയ്ക്ക് നാട്ടിലേക്ക് പോകാൻ പാസ്പോർട്ട് തരാൻ കഴിയില്ല നൽകിയത്. അങ്ങനെ പ്രതിസന്ധിയിലായ ആശങ്കയിലായ ശ്വേതയ്ക്കും കുടുംബത്തിനും പൂർണ്ണ ആശ്വാസമായിരിക്കുന്നു. ഈ വാർത്ത ആദ്യം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് റിപ്പോർട്ടറാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് റിപ്പോർട്ടർ ശ്വേതയുടെ ഈ യാത്രാ പ്രതിസന്ധി പുറത്തെത്തിച്ചത്. വിനിത, പൗലോ കൊയ്ലോയുടെ വരികളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നത്. അതുപോലെ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നാമെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് വിവാഹം. അവർ അതിന് വരാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കുവൈത്ത് എയർലൈൻസിന്റെ ഈ നടപടി വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ കുടുംബത്തെ മുഴുവൻ ആശങ്കയിലാക്കി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ്